ശോ, എന്നാലും അത് എവിടെ പോയി? നിങ്ങൾ എന്താ ഈ നോക്കുന്നേ? എടി, ഞാൻ ഇവിടെ വെച്ചിരുന്ന പൈസ നീ കണ്ടായിരുന്നോ? പൈസയോ? ഏത് പൈസ? ഒരു 450 രൂപ. ഞാൻ ഈ ഷെൽഫിന്റെ ഇടയ്ക്കാ വെച്ചത്, ഇപ്പൊ കാണുന്നില്ല. ഓ, ആ 450 രൂപ അത് നിങ്ങൾ വെച്ചതായിരുന്നോ? അത് ഞാൻ എടുത്തു. എന്നിട്ട് ആ പൈസ എവിടെ? ഇങ്ങെടുക്ക്. അത് ചെലവായി പോയി. ചെലവായി പോയിന്നോ? എന്ത് കാണിച്ചിട്ട്? എനിക്കൊരു ഷവർമ്മ കഴിക്കാൻ തോന്നി, ഞാനൊരെണ്ണം ഓർഡർ ചെയ്ത് കഴിച്ചു. ഡി, ഞാനത് സതീഷിന് കൊടുക്കാൻ വെച്ചിരുന്ന പൈസയാ. നിന്നോടാരാ എന്നോട് ചോദിക്കാതെ പൈസ എടുക്കാൻ പറഞ്ഞത്? ഞാൻ ഇനി അവനോട് എന്ത് സമാധാനം പറയും? 2 ദിവസം കഴിയുമ്പോ നിങ്ങൾക്ക് സാലറി കിട്ടുമല്ലോ, അപ്പൊ കൊടുക്കണം. നിനക്ക് എന്നോടൊന്ന് ചോദിച്ചുകൂടായിരുന്നു ആ പൈസ എടുക്കുന്നതിന് മുന്നേ? നിനക്ക് ഷവർമ്മ വേണമെങ്കിൽ എനിക്ക് സാലറി ഇട്ടിട്ട് നിനക്ക് ഞാൻ വാങ്ങി തരുമായിരുന്നല്ലോ. സതീഷിന് അത്യാവശ്യം ഒന്ന് പറഞ്ഞതാ. ഞാൻ ഇനിയിപ്പോ അവനോട് എന്ത് സമാധാനം പറയും? 2 ദിവസം വെയിറ്റ് ചെയ്യാനൊന്നും എനിക്ക് പറ്റത്തില്ല. എനിക്ക് ഷവർമ്മ കഴിക്കാൻ തോന്നി, ഞാൻ ഒരെണ്ണം മേടിച്ച് കഴിച്ചു. ഇനി നിങ്ങൾ സതീഷിനോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുക. ഒരു ഷവർമ്മ കഴിച്ചതിനാണ് ഇത്ര. ഹോ, എന്തൊരു കഷ്ടമായത്. അതെ, നിങ്ങൾക്ക് സാലറി കിട്ടിയോ? ആ, കിട്ടി. എന്തേ? ആ, എനിക്കൊരു 2000 രൂപ വേണമായിരുന്നു. 2000 രൂപയോ? എന്തിന്? എനിക്കൊന്ന് ബ്യൂട്ടി പാർലറിൽ പോണായിരുന്നു. ഫേഷ്യൽ ചെയ്യണം, പിന്നെ ഹെയർ ഒക്കെ ഒന്ന് കട്ട് ചെയ്യണം. ഇവിടെ ബാക്കിയുള്ളവര് വീടിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുമ്പോഴാണ് അവളുടെ ഒരു ഫേഷ്യല്. എന്റെ കയ്യില് പൈസയൊന്നുമില്ല. അത് കൊള്ളാം. നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്ക് മാസം മാസം പൈസ അയച്ചു കൊടുക്കുന്നതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഞാനൊരു 2000 രൂപ ചോദിച്ചപ്പോഴാണ് നിങ്ങൾക്ക് പ്രശ്നം അല്ലേ? വയ്യാത്ത എന്റെ അച്ഛനും അമ്മയ്ക്ക് ഞാനല്ലാതെ പിന്നെ വേറെ ആരുണ്ട്? പിന്നെ അവർക്കും ജീവിക്കണ്ടേ? നിനക്ക് പിന്നെ അവരെ കണ്ടുകൂടല്ലോ. അതുകൊണ്ടല്ലേ അവരെ ഞാൻ വാടക വീട്ടിലോട്ട് താമസം മാറ്റിയത്. നിനക്ക് മനസാക്ഷി ഇല്ലെങ്കിലേ എനിക്ക് മനസാക്ഷിയുണ്ട്. ഞാൻ അവരുടെ മകനാ, അതെന്റെ അച്ഛനും അമ്മയാ. ഞാൻ മാസം മാസം അയച്ചു കൊടുക്കും. നിങ്ങൾക്ക് മാത്രമല്ല അച്ഛനും അമ്മയൊക്കെ ഉള്ളത്, എനിക്കും ഉണ്ട്. പിന്നെ എനിക്ക് എന്തായാലും 2000 രൂപ കിട്ടിയേ പറ്റത്തുള്ളൂ. തൽക്കാലം തരാൻ പറ്റില്ല, എന്റെ കയ്യിൽ ഇല്ലാത്തോണ്ടാ. പിന്നെ തൽക്കാലം നിന്റെ വളയൊന്ന് ഈ മാസം ഒന്ന് റോൾ ചെയ്യാൻ തരേണ്ടി വരും. 2 മാസം കഴിഞ്ഞിട്ട് തിരിച്ചെടുത്ത് തരാം. ലാവണ്യയുടെ പ്രസവം ഇങ്ങ് അടുത്തു. എന്തെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് സഹായിക്കണ്ടേ? വളയോ? ഏത് വള? നിങ്ങളുടെ പെങ്ങളുടെ പ്രസവത്തിന് ഞാൻ എന്തിനാ എന്റെ വള തരുന്നത്? നിങ്ങൾ അതും പ്രതീക്ഷിച്ചിരിക്കേ വേണ്ട, ഞാൻ തരത്തില്ല. ഡി, നീ അങ്ങനെ പറയാതെ. ഒന്നുമല്ലേലും അവൾ എന്റെ സ്വന്തം പെങ്ങളല്ലേ. ഞാനല്ലേ ഈ അവസ്ഥയിൽ അവളെ സഹായിക്കേണ്ടത്. നിങ്ങൾ സഹായിച്ചോ, നിങ്ങളുടെ പെങ്ങളെ നിങ്ങൾ ആവശ്യത്തിലധികം സഹായിച്ചോ. പക്ഷെ എന്റെ വളയെ സ്വർണ്ണമൊന്നും ഞാൻ തരാൻ പോകുന്നില്ല. നിങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ സഹായിച്ചോ. പെങ്ങളെ സഹായിക്കാൻ വള തപ്പി നടക്കുന്നു. മോളെ. ഏത് മോള്? നിങ്ങളോട് ആരാ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്? ആരും പറഞ്ഞില്ല മോളെ. ക്രിസ്മസ് ഒക്കെ അല്ലേ, അതുകൊണ്ട് വന്നതാ. ആരോടും പറയാതെ കേറി വരാൻ ഇതെന്താ സത്രോ? മോളെ, അത് ആ, അച്ഛനും അമ്മ എപ്പോഴാ വന്നത്? എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വാ, വന്ന് കേറിയിരിക്കേ. ദേ മനുഷ്യ, നിങ്ങൾ ഒന്നിങ്ങോട്ട് വന്നേ. അതെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങളുടെ അച്ഛനും അമ്മേനെ വേഗം പറഞ്ഞു വിട്ടോണം. ക്രിസ്മസ് ആണെന്ന് കരുതി ഇവിടെ നിക്കാനാ പ്ലാൻ എന്നുണ്ടെങ്കിലുണ്ടല്ലോ, എന്റെ തനിക്കൊണോ അറിയും. നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും വെച്ച് കൊള്ളമാനൊന്നും എന്നെ കിട്ടത്തില്ല. നീ ഒന്ന് പയ്യെ പറയടി, അവര് കേക്കൂ. ആര് കേട്ടാലും എനിക്കിപ്പോ ഒരു പ്രശ്നമില്ല. നിങ്ങൾ വേഗം ചെന്നവരെ പറഞ്ഞു വിടാൻ നോക്ക്. അയ്യോ, അച്ഛനും അമ്മയും പോയോ? അച്ഛാ, അമ്മേ. മോനെ, അച്ഛനും അമ്മയും ക്രിസ്മസിന് മക്കൾക്ക് സമ്മാനം കൊണ്ടുതരാൻ വന്നതാ. 2 പേർക്കും ഓരോ ജോഡി ഡ്രസ്സാ. അല്ലാതെ ഇവിടെ നിക്കാനൊന്നും വന്നതല്ല. മക്കൾക്ക് എപ്പോ വേണമെങ്കിലും അങ്ങോട്ടേക്ക് വരാം. അവിടുന്ന് ആരും ഇറങ്ങിപ്പോവാൻ പറയത്തില്ല. ഞങ്ങള് പോട്ടെ? പോട്ടെ മോനെ. അവര് പോയോ? സന്തോഷം. നിനക്കിപ്പോ സമാധാനമായോടി? ഒരു ഭാര്യ എങ്ങനെ ആവരുന്നുള്ള ഉത്തമ ഉദാഹരണമാണ് നീ.